അങ്ങനെ വേവേ ബൈ ബൈ എന്നും പറഞ്ഞുകൊണ്ട് ഗെയിമിൽ നിന്ന് ഓഫ്ലൈൻ ആകും. എന്നിട്ട് വേഗം എറിക്സിക്ക് വിളിക്കും. എറിക്സി ആണെങ്കിൽ കിറ്റിനെയൊക്കെ കുളിപ്പിച്ച് ടവലിൽ കിടത്തിക്കൊണ്ടാണ് വരുന്നത്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് അവൾ ഓടിപ്പോയി എടുക്കും. വേവേ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാ. പിന്നെ നീയാണെന്ന് വിചാരിച്ച് ഒരുത്തൻ എന്നോട് ഗെയിമിൽ ചാറ്റ് ചെയ്യാൻ വന്നിരുന്നു. എറിക്സിക്ക് പെട്ടെന്ന് തന്നെ ആരാണ് എന്നൊക്കെ മനസ്സിലായി. അവനോ? നോ വേ, അവൻ എന്നോട് പറഞ്ഞത് കുറച്ചു ദിവസത്തേക്ക് ബിസി ആയിരിക്കും, ഗെയിമിലൊന്നും വരില്ല എന്നാണല്ലോ. എന്നിട്ട് അവൾ പെട്ടെന്ന് ചോദിക്കും, വേവേ നീ ഞാനല്ല എന്നെങ്ങാനും അവനോട് പറഞ്ഞോ? അവൻക്ക് ഡൗട്ട് അടിക്കും ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നീ എങ്ങാനും ഉണ്ടാക്കിയതാണോ എന്ന്. അതിൽ വേവേ പറയും, അപ്പോൾ നീ അവൻക്കാണല്ലേ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത്? പിന്നെ നീ പേടിക്കണ്ടാട്ടോ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഹൗ സമാധാനമായി, യു ആർ മൈ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞ് അവളെ സൂചിപ്പിക്കുകയാണേ. പിന്നെ നീ ഈ ചെയ്തു തന്ന ഉപകാരത്തിന് ഇന്ന് എൻ്റെ വക ഡിന്നർ. അത് കേട്ട് അവൾ പറയും, എറിക്സി ഇന്ന് വേണ്ട, ഇന്ന് മിക്കവാറും എൻ്റെ ഡിന്നർ പുറത്തുനിന്നായിരിക്കും. അപ്പോൾ നീ ഇന്ന് നൈറ്റിൽ ഫുഡിന് ഉണ്ടാകൂല അല്ലേ? മിസ്റ്റർ നെയിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നിൻ്റെ ഡിന്നർ അല്ലേ? ആ പറഞ്ഞത് നമ്മുടെ കേവോ കേട്ടിട്ട് അവനക്ക് ദേഷ്യം പിടിക്കും. എന്നിട്ട് അവന് മൗസൊക്കെ എടുത്ത് എറിയും. അപ്പോൾ ഇതാണല്ലേ നിൻ്റെ ബിസി, മിസ്റ്റർ നെയിൻ്റെ കൂടെയുള്ള നിൻ്റെ ഡിന്നർ ഡേറ്റ്. നീ എന്തൊരു മിടിക്കുക, നിഷ്പ്രയാസം നീ 2 ചെക്കന്മാരെ കൊണ്ട് അമ്മാനമാടുകയാണല്ലോ. എന്നിട്ട് അവൻ ആ ദേഷ്യം കൊണ്ടും തന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എറിക്സിയുടെ അടുത്തോട്ട് പോയിട്ട് പറയും, നിനക്കൊന്ന് ശബ്ദം കുറച്ച് സംസാരിച്ചൂടെ? എന്തൊരു ശബ്ദമാണ് നിനക്ക്? നിനക്കറിയില്ലേ ഞാൻ തിരക്ക് പിടിച്ച ഒരു പണിയിലാണെന്ന് എന്നൊക്കെ പറഞ്ഞ് അവന് വെറുതെ വഴക്കിടാണ്. അത് കേട്ട് എറിക്സി ഞെട്ടി. എന്നിട്ട് വേവേനോട് സ്വകാര്യമായിട്ട് പറയും, വേവേ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, എൻ്റെ മുതലാളിക്ക് വട്ടിളകുന്നുണ്ട് എന്നും പറഞ്ഞ് അവൾ ഫോൺ വെക്കും. എന്നിട്ട് അവൾ എഴുന്നേറ്റ് നിന്നിട്ട് താഴ്മയോടെ പറയും, അങ്ങ് എന്നെ ഏൽപ്പിച്ച പണികളെല്ലാം കഴിഞ്ഞു, കിറ്റിനെ ഞാൻ കുളിപ്പിച്ച് സുന്ദരനാക്കി കിടത്തിയിട്ടുണ്ട്, ഇനി ഞാൻ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് അവൾ ബാഗ് എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ, വെയിറ്റ്, നീ എവിടേക്കാ പോകുന്നത്? ആര് പറഞ്ഞു നിൻ്റെ ജോലി കഴിഞ്ഞെന്ന് എന്നും പറഞ്ഞ് അവളെ ബ്ലോക്ക് ചെയ്യാണ്. അതിൽ അവൾ സംശയത്തോടെ, ഇനി എന്താ? അവൻ്റെ രോമങ്ങളെല്ലാം തുടച്ച് ഉണക്കിയോ? വാട്ടർ ഫില്ല് ചെയ്തോ? അപ്പി കോരിയോ? എന്നൊക്കെ 1 by 1 ലിസ്റ്റായിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവളും ദേഷ്യം പിടിച്ചുകൊണ്ട്, അവൻ്റെ രോമം ഉണക്കി വാട്ടർ ഫില്ല് ചെയ്തു എന്നും പറഞ്ഞ് ഒന്ന് സ്റ്റക്കാകും. അവൻ്റെ അപ്പി കോരിയിട്ടില്ല, എന്നാൽ അത് പോയി ചെയ്യാൻ നോക്കി എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ അങ്ങ് തിരിച്ച് റൂമിലോട്ട് തന്നെ പോകും. അതിൽ എറിക്സിക്കും ദേഷ്യം പിടിച്ച് അവന് ബാഗ് കൊണ്ടൊക്കെ എറിയാൻ നോക്കുന്നുണ്ട്. അങ്ങനെ എറിക്സ് വീണ്ടും മൂക്കൊക്കെ പൊത്തി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കിറ്റി കയറി ആ ബോക്സിൽ കിടക്കും. അത് കണ്ട് ദേഷ്യം പിടിച്ച് എറിക്സി, നീ ഇനിയും കാര്യം സാധിക്കാൻ വന്നതാണോ? ഞാൻ ഇപ്പോൾ ഇതന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മാറവിടുന്ന് എന്നും പറഞ്ഞ് കിറ്റിനെ വിരൽ കൊണ്ട് കുത്തി കുത്തി പുറത്താക്കാൻ നോക്കുകയാണ്. അതിൽ ദേഷ്യം പിടിച്ച കിറ്റി അവളെ കൈക്കിട്ട് ഒരു കടി അങ്ങോട്ട് വെച്ചു കൊടുക്കും. അതിൽ എറിക്സിൻ്റെ നിലവിളി കേട്ട് കേവോ വരെ ഓടി വരും. എറിക്സിൻ്റെ കയ്യിൽ കിറ്റി കടിച്ച് മുറിയാക്കി ബ്ലഡൊക്കെ പൊടിയുന്നുണ്ട്. അവൾ അത് നോക്കി വേദനിച്ചുകൊണ്ട് കരയാണ്. കേവോനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റ് വിരൽ കാണിച്ചു കൊടുത്തിട്ട് പറയും, നോക്ക് നിൻ്റെ കിറ്റി എന്നെ കടിച്ചു, ഒരുപാട് ചോര വരുന്നുണ്ട്. അത് കണ്ട് അവന് ഒരുപാട് ചോരയോ? ഈ തുള്ളിയോ? നീ അതിനെ എന്തേലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാകും, അല്ലാതെ കടിക്കില്ല എന്നും പറഞ്ഞ് കേവോ അവളെയും കൂട്ടി കിച്ചണിൽ പോയി വിരലൊക്കെ കഴുകി കൊടുക്കുകയാണ്. അവളാണെങ്കിൽ വേദന കൊണ്ട് കരയാണ്. അതിൽ എറിക്സ് ചോദിക്കും, ഇത് വർക്കിൻ്റെ ഇടയിലുള്ള അപകടമല്ലേ, അപ്പോൾ നീ എനിക്ക് എന്തേലും കോമ്പൻസേഷൻ തരില്ലേ? അത് കേട്ട് കേവോ, നിനക്ക് ഈ സമയത്ത് പോലും ക്യാഷിൻ്റെ കാര്യം മാത്രമാണോ പറയാനുള്ളത്? എന്തൊരു ആർത്തിയാ നിനക്ക്? അത് കേട്ട് ദേഷ്യം പിടിച്ച് എറിക്സി, എന്നാൽ ആർത്തി തീരെ ഇല്ലാത്ത നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ആ കടം അങ്ങോട്ട് എഴുതി തള്ളിയേക്ക്. എന്നാൽ അത് കേട്ട് കേവോ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കേവോ അവളെ മുറിക്ക് മരുന്നൊക്കെ വെച്ച് കൊടുക്കും. കേവോ, എനിക്ക് പേ എങ്ങാനും ഇളകാൻ ചാൻസ് ഉണ്ടോ? ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന് എന്തേലും പറ്റിയാൽ അത് ഈ IT ഇൻഡസ്ട്രിക്ക് തന്നെ തീർത്താൽ തീരാത്തൊരു നഷ്ടമാകും. അത് കേട്ട് കേവോ ചിരിച്ചുകൊണ്ട് പറയും, ഒരു നഷ്ടവും വരാൻ ചാൻസ് ഇല്ല, ഈ കിറ്റിക്ക് എല്ലാ വർഷവും വാക്സിൻ കൊടുക്കുന്നതാണ്, പക്ഷേ ഇനി എങ്ങാനും വരുമോ? അത് കേട്ട് എറിക്സി ആകെ പേടിക്കാണേ. അത് കണ്ട് കേവോ എഴുന്നേറ്റിട്ട് പറയും, എന്നാൽ എണീക്ക്, ഇനി അതിൻ്റെ ഒരു കുറവ് കൂടെ വേണ്ട, നമുക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കാം. എന്നാൽ അത് കേട്ട് എറിക്സി കേൾക്കാത്ത പോലെ ഇരിക്കണേ. നീ എന്താ വരുന്നില്ലേ? പേ ഇളകാൻ വെയിറ്റ് ചെയ്യണോ? ഈ ഇഞ്ചക്ഷൻ വെക്കാതിരിക്കാൻ എന്തേലും വഴിയുണ്ടോ? പിന്നെ ഇല്ലേ, എനിക്ക് ഈ ഇഞ്ചക്ഷൻ്റെ കാശ് എൻ്റെ കടത്തിൽ നിന്ന് കുറച്ച് തരാൻ പറ്റുമോ? അത് കേട്ട് കേവോ പുച്ഛിച്ചുകൊണ്ട് പറയും, എറിക്സി നിനക്ക് പേ ഇളകിയാലും വേണ്ടില്ല, ക്യാഷ് കിട്ടിയാൽ മതിയല്ലേ, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അവളെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. കേവോ എറിക്സിനെ ഉന്തി കൊണ്ടുവന്ന് ഒരു ചെയറിൽ ഇരുത്തും. എന്നിട്ട് TT അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നാൽ എറിക്സിക്ക് സൂചിയും പേടിയാണ്. അവൾ പേടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ കേവോനോട് പറയും, കേവോ എനിക്ക് സൂചി അടിക്കണ്ട, പോയാലോ? നമ്മൾ ഓൾറെഡി ബില്ലടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ കടത്തിൽ നിന്ന് കുറക്കണം എന്നൊക്കെ പറഞ്ഞത് നീ മറന്നേക്ക്. എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മാത്രം മതി പ്ലീസ്. ആ നഴ്സിനെ നോക്ക്, ഭയങ്കര സ്ട്രോങ്ങിലാണ് കുത്തുന്നത്.
അവരെ കുത്തിയ എല്ലാവരും വേദന കൊണ്ട് കരയാണ്. എനിക്ക് പേടിയായിട്ട് വയ്യ, നമുക്ക് ഇവിടുന്ന് പോകാം എന്നും പറഞ്ഞ് അവൾ എണീറ്റ് ഓടാൻ നിൽക്കുമ്പോൾ കേവോ അവളെ പിടിച്ചു വെച്ചിട്ട് അവിടെ തന്നെ ഇരുത്തും. അതിൽ അവൾ കരയാൻ തുടങ്ങും. എന്നെ സൂചി അടിക്കണ്ട, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ്. അതിൽ അവൻ ദേഷ്യം പിടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കെ, പിന്നെ നിന്റെ റിലേറ്റീവ്സിൻ്റെ ആരുടെയും നമ്പർ താ, ഞാൻ അവരെ വിവരം അറിയിക്കട്ടെ. എനിക്ക് ഇവിടെ ഒരു റിലേറ്റീവ്സും ഇല്ല, ഇവിടെ ഞാൻ തന്നെയാണ് എൻ്റെ റിലേറ്റീവ്. അത് പറഞ്ഞാൽ പറ്റില്ല, നീ നമ്പർ താ എന്നും പറഞ്ഞ് കേവോ അവളെ ഫോൺ തട്ടിയെടുത്ത് കോൾ ഹിസ്റ്ററി നോക്കണേ നമ്പർ എടുക്കാൻ വേണ്ടി. അതിൽ അവന് വേവേൻ്റെ നമ്പർ കാണും. എറിക്സി ആണെങ്കിൽ ചാടിയിട്ടൊക്കെ ഫോൺ വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. അതിൽ കേവോ ഫോണും കൊണ്ട് നേരെ മെൻസ് ടോയ്ലറ്റിലോട്ട് ഓടിക്കയറും. അവൾ പിന്നാലെയും ഓടി നോക്കും. പക്ഷെ മെൻസിൻ്റെ ടോയ്ലറ്റ് ആയതുകൊണ്ട് അവൾക്ക് ഉള്ളിലോട്ട് പോകാൻ വയ്യല്ലോ. എന്നിട്ട് അവൾ ദേഷ്യം പിടിച്ച് ആ ഡോറിന് ഒരു തട്ടും മുട്ടും ഒക്കെ കൊടുത്ത് അവൾ തിരിച്ചു വരും. അവൾ പോയെന്ന് ഉറപ്പായപ്പോൾ കേവ പുറത്തോട്ട് വന്ന് വേവേക്ക് കോൾ ചെയ്യും. അവളാണെങ്കിൽ ഇവിടെ ലാപ്പിന്മേലാണ്. എന്നിട്ട് അവൾ എറിക്സി ആണെന്ന് വിചാരിച്ച് കോൾ അറ്റൻഡ് ചെയ്യും. എന്താ എറിക്സി, ഇനി എന്താ വേണ്ടത്? സോറി, ഞാൻ കേവോ ആണേ. കേവോ, നീ എന്താ എറിക്സിൻ്റെ ഫോണിൽ നിന്ന്? വിശദമായി പറയാൻ നേരമില്ല. എറിക്സിക്ക് എൻ്റെ പൂച്ചയുടെ കടിയേറ്റു. ഞാനിപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ്. അവൾ TT അടിക്കാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര പ്രശ്നം. അതിൽ വേവെ പേടിച്ചോണ്ട്, സീരിയസ് ആണോ? ഏയ് സീരിയസ് ഒന്നുമല്ല, ഒരു ചെറിയ മുറിവുണ്ട്, ബ്ലഡ് വന്നിരുന്നു, അതുകൊണ്ട് TT അടിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. നീ ഇവിടെ വരെ വന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ? ഞാൻ ഇപ്പോൾ വരാം. ഏത് ഹോസ്പിറ്റലിലാണ്? അതിൽ അവൻ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ വേവെ വേഗം എഴുന്നേറ്റ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾക്കെന്തോ തല ചുറ്റുന്നൊക്കെ പോലെ തോന്നും. അതിൽ അവളെ തന്നെ തൊട്ട് നോക്കിയിട്ട് ഇപ്പോൾ പനിയൊന്നും എന്നൊക്കെ പറഞ്ഞ് അവൾ ബാത്റൂമിലോട്ട് പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി പോകണേ. പക്ഷേ അവൾക്ക് എന്തോ ഒരു കുളിരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അതിൽ അവൾ ഒരു ജാക്കറ്റും കൂടെ അതിൻ്റെ മേലെ എടുത്തിട്ടിട്ട് അവൾ ഹോസ്പിറ്റലിലോട്ട് പോകണേ. അങ്ങനെ അവൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കണേ. വേവേക്ക് തന്നെ തീരെ വയ്യാതെയാണ് ഇരിക്കുന്നത്. അതിൽ അവൾക്ക് നെയ് വിളിക്കും. നിനക്ക് സുഖമായോ? നമുക്ക് ഒരുമിച്ച് ഡിന്നറിന് പോകാൻ പറ്റുമോ? ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല, എറിക്സിയെ പൂച്ച കടിച്ചു. ഞാൻ അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകാണേ. ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. അങ്ങനെ വേവേ അതിന് സമ്മതിച്ചുകൊണ്ട് ഫോൺ വെക്കും. വേവ ഹോസ്പിറ്റലിലെത്തി. ഫ്രണ്ടിൽ തന്നെ കേവോ നിൽപ്പുണ്ട്. അവനെ കണ്ട വേവെ ഒന്ന് സ്റ്റക്കായി നിൽക്കണേ. വാ എൻ്റെ കൂടെ, അവൾ ഉള്ളിലുണ്ട്. അങ്ങനെ വേവേ കേവോൻ്റെ കൂടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പോകും. ഇവിടെ എറിക്സി ആണെങ്കിൽ കേവോ ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നത് നോക്കിയിരിക്കണേ. അവൻ പോയതൊന്നും എറിക്സി കണ്ടിട്ടില്ല. എത്ര നേരമായി ഇവൻ പോയിട്ട്, ടോയ്ലറ്റിലെങ്ങാനും വീണോ എന്നൊക്കെ പറയാണ്. അതിൽ പെട്ടെന്ന് കേവോ ബാക്കിൽ നിൽക്കുന്നത് കണ്ടിട്ട്, നീ എപ്പോഴാണ് പുറത്തോട്ട് വന്നത്? എൻ്റെ ഫോൺ ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് ഫോൺ തട്ടിയെടുക്കും. അതിൽ വേവെ ഓടി വന്നിട്ട്, എറിക്സി നിൻ്റെ മുറിവ് നോക്കട്ടെ. അതിൽ എറിക്സി മടിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കും. അത് കണ്ട് വേവെ ബേജാറായിക്കൊണ്ട്, നിൻ്റെ പൂച്ചയ്ക്ക് വാക്സിനൊക്കെ എടുക്കാറുണ്ടോ? അതെ, പക്ഷേ ഇനി എങ്ങാനും എന്തേലും സംഭവിക്കൂ എന്ന് വിചാരിച്ചിട്ടാണ്. എറിക്സി, നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഇഞ്ചക്ഷൻ അടിച്ചേക്ക്. ഇതിൻ്റെ ക്യാഷ് എനിക്കൊരു ഇൻസ്റ്റാൾമെൻറ്റിനേക്കാളും കൂടുതലാണ്. എൻ്റെ 2 മാസത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസാണ് ഈ ഒരൊറ്റ ഇഞ്ചക്ഷന് വേണ്ടി പോകല്. എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്തിനാണ് ആ ക്യാഷ് വേസ്റ്റ് ആക്കുന്നത്? അതൊക്കെ കേവോ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് എറിക്സി ദേഷ്യത്തോടെ പറയും, നീ എന്തിനാ നോക്കി നിൽക്കുന്നത്? എൻ്റെ കടത്തിൽ നിന്ന് ഈ ക്യാഷ് നിനക്കൊന്ന് കുറക്കാനൊന്നും പറ്റില്ലല്ലോ. അത് പോരാത്തതിന് ഓരോന്ന് പറഞ്ഞ് വേവേനെ ഇവിടെ വരുത്തിയത് നിൻ്റെ ഐഡിയ അല്ലേ? അത് കേട്ട് വേവേ, കടമോ? എന്ത് കടം? അത് കേട്ട് എറിക്സി ഷോക്കാകാണ്. പറഞ്ഞത് അബദ്ധമായെന്നൊക്കെ അവൾക്ക് മനസ്സിലായി വായ്പൊത്തും. പിന്നെ അവൾ പറയും, അന്ന് ആ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലെ ഞങ്ങളുടെ കയ്യിൽ നിന്നും ആ ക്യാമറ സൂപ്പിലോട്ട് വീണ്. ഞങ്ങളുടെ കയ്യിൽ നിന്നോ? നിൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറ. ഓക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോരെ. എന്തായാലും ഞങ്ങൾ ആ ക്യാമറൻ്റെ ക്യാഷ് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച്. എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് കേവോ അത് ഫുള്ളും അടച്ച്. ഇപ്പോൾ ഞാൻ അവൻ്റെ കടക്കാരിയാണ്. അവൻ്റെ പൂച്ചനെ നോക്കി എനിക്ക് ആ കടം വീട്ടാനാണ് പ്ലാന്. അത് കേട്ട് വേവേ, എത്രയാ നിൻ്റെ കടം? ഞാൻ 2 ഗഡു അടിച്ചു, ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. അതിൽ വേവേ ഒന്ന് ആലോചിച്ചിട്ട് പറയും, എൻ്റെ അടുത്ത് കുറച്ച് ക്യാഷ് ഉണ്ട്. അത് കേട്ട് കേവോ ദേഷ്യപ്പെട്ടുകൊണ്ട്, നിന്നോടാരാ കടം വീട്ടാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് അവൻ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകും. അങ്ങനെ പോകുന്ന വഴി നെയ്നെ കാണും. നെയ് ഹോസ്പിറ്റലിലേക്ക് വേവേൻ്റെ അടുത്തോട്ട് വരികയാണ്. അവർ പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് പോകും. കേവോ വയലൻ്റ് ആയത് കണ്ടിട്ട് എറിക്സി പറയും, ആ കേവോക്ക് ഇതെന്താ പറ്റിയത്? അതെന്തേലും ആവട്ടെ, വാ നമുക്ക് പോയി സൂചി അടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് വേവെ അവളെ കൈ പിടിക്കാണ്. എന്നാൽ എറിക്സി കുതറി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. വേവെ അവളെ പിടിച്ചു വെക്കാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് നെയ് കടന്നു വരുന്നത്. നെയ്നെ കണ്ട എറിക്സി, നീ അടങ്ങി നിൽക്ക്. നെയ്നെയും നീ വിളിച്ചു വരുത്തിയോ? ഒരു മിനിറ്റ്, അപ്പോൾ നെയ്യും കേയും കണ്ടുമുട്ടിയോ? വാവ്, ലവ് ട്രയാങ്കിൾസ് തമ്മിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സ്റ്റക്കാകും. അവൾ പറഞ്ഞത് ശരിയല്ല എന്ന് അവൾക്ക് തന്നെ ബോധം വന്ന്. എന്നിട്ട് അവൾ പെട്ടെന്ന് പറയും, ഞാൻ സൂചി അടിച്ചിട്ട് ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അവൾ മുങ്ങും. അങ്ങനെ നെയ് അവിടെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് വേവേ പറയും, എനിക്ക് അറിയില്ലായിരുന്നു എറിക്സിയും കേവോയും എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നെയ് അവളെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കിയിട്ട്, നിനക്ക് പനിക്കുന്നുണ്ട്, നിന്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചിരുന്നു. അതിൽ വേവേ അവളെ തന്നെ ഒന്ന് തൊട്ട് നോക്കിയിട്ട്, എനിക്ക് പനിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് പറയും. എന്നാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് വേവേ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുന്നതാ.
എറിക്സി കാവലും ഇരിക്കുന്നുണ്ട്. അതിൽ വേവെ കണ്ണു തുറക്കും. അത് കണ്ട് എറിക്സി, ഹാവു എൻ്റെ വേവെ, നീ ഒന്ന് കണ്ണു തുറന്നല്ലോ, എന്താ പറ്റിയത്, നീ സൂചി അടിച്ചോ? എന്നെ പറ്റി നീ വേവലാതിപ്പെടണ്ട. നീ ഇല്ലേ നെയ്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ബോധം കിട്ടു വീണു. ഞാനും നെയ്യും ശരിക്കും പേടിച്ചു. അതൊക്കെ പോട്ടെ, നിന്റെ പനിയൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എറിക്സി അവളെ നെറ്റിയിൽ കൈ വെച്ച് നോക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നെയ് വരും. അതിൽ എറിക്സി വേഗം എഴുന്നേറ്റ് മാറിക്കൊടുക്കും. നെയ് വന്ന് അവളുടെ അടുത്തിരുന്നിട്ട് അവളെ പനി നോക്കുകയാണ്. പനി കുറഞ്ഞിട്ടില്ല, നീ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തോ, എന്നിട്ട് പോകാം. അങ്ങനെ വേവെ ഉറങ്ങുന്നത് നെയ് നോക്കി നിൽക്കണേ. രാത്രിയിൽ വേവെ ഡിസ്ചാർജായി ഫ്ലാറ്റിലോട്ട് വരും. നെയ്യും ഉണ്ട് കൂടെ. അതിൽ എറിക്സി പെട്ടെന്ന് പറയും, എനിക്ക് എന്താണെന്നറിയില്ല, ഉറക്കം വന്നിട്ട് വയ്യ എന്നും പറഞ്ഞ് കവറൊക്കെ വേവേനെ ഏൽപ്പിച്ച് നെയ്യിനെയും വേവേനെ തനിച്ചാക്കി അവളും മുങ്ങും. അവളെ കാട്ടിൽ കണ്ടിട്ട് വേവെ നെയ്യിനോട് പറയും, അവൾ ചില സമയത്ത് ഇതുപോലെ അബ്നോർമലായി കാണിക്കും. അതിൽ നെയ് പറയും അവൾക്ക് ശരിക്കും അറിയാം ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നെയ് വേവേനെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തും. എന്നിട്ട് അവന് കുടിക്കാനൊക്കെ വെള്ളം എടുത്തു കൊടുക്കും. അതിൽ വേവെ പറയും, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഫുള്ള് ശരിയാകും, എല്ലാ അസുഖവും മാറും, നീ വീട്ടിലോട്ട് പോയിക്കോ, പിന്നെ പോകുമ്പോൾ ഡോർ അടക്കാൻ മറക്കണ്ട. അങ്ങനെ നെയ് പുറത്തോട്ടിറങ്ങും. അതിൽ വേവെ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വേവെ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്തോ ടൈപ്പ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് വേവെ ഞെട്ടി. എന്നിട്ട് സംശയത്തോടെ എണീറ്റ് വന്ന് നോക്കും. അവിടെ നെയ് സോഫയിലിരുന്ന് അവൻ്റെ വർക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതിൽ വേവെ അത്ഭുതത്തോടെ ചോദിക്കും, നീ പോയില്ലേ? രാത്രി നിന്റെ പനി എങ്ങാനും കൂടിയാലോ? അത് കേട്ട് അവളെ തന്നെ തൊട്ടു നോക്കിയിട്ട്, ഇല്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, നീ പോയിക്കോ, നാളെ കമ്പനി ഉള്ളതല്ലേ. എന്നാൽ നെയ് വേവേൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ അടുത്തോട്ട് ഇരുത്തും. എന്നിട്ട് അവന് തന്നെ ഒന്ന് തൊട്ടു നോക്കും. എന്നിട്ട് പറയും, ഇപ്പോൾ കുറവുണ്ട്, ഞാൻ വിചാരിക്കായിരുന്നു ഇനി മുതൽ നിന്നെ കൂടുതൽ കെയർ ചെയ്യണം, നീ 2 ദിവസം കമ്പനിയിലോട്ട് വരണ്ട, ലീവ് എടുക്ക്. അതിൽ വേവെ പറയും, അത് പറ്റില്ല, അവൻ എന്നെ ഏൽപ്പിച്ച പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ നെയ് പറയും, അത് വിട്ടേക്ക്. എന്നിട്ട് അവളെ മെല്ലെ അവൻ്റെ ഷോൾഡറിലോട്ട് കിടത്തിയിട്ട്, എനിക്ക് നീയാണ് പ്രധാനം, അത് കഴിഞ്ഞേ വേറെ എന്തുമുള്ളൂ എന്ന് പറഞ്ഞ് അവളെ നെറ്റിയിൽ ഒരു കിസ്സും ചെയ്യും. അങ്ങനെ അവൾ അവിടെ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ വേവെ കമ്പനിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ എറിക്സിയും അവളെ കമ്പനിയിലോട്ട് പോകാൻ മാറ്റി ഒരുങ്ങി വന്നിട്ടുണ്ട്. വേവേനെ കണ്ട എറിക്സി, വേവേ നിനക്ക് മാറിയോ എന്നൊക്കെ പറഞ്ഞ് അവളെ നെറ്റി തൊട്ടു നോക്കുകയാണ്. യെസ്, പെട്ടെന്ന് തന്നെ മാറി. അതിൽ എറിക്സി കളിയാക്കിക്കൊണ്ട്, എന്താ വേവേ, ഇന്നലെ നെയ് വല്ല സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റും തന്നോ ഇത്ര പെട്ടെന്ന് മാറാൻ? നിനക്ക് എപ്പോൾ നോക്കിയാൽ ഇത് തന്നെ പറയാനുള്ളൂ എൻ്റെ എറിക്സി, എനിക്ക് ഇന്ന് നെയ് ഉണ്ടാക്കിയ ഗെയിമിൻ്റെ ഡെമോ കാണാനുള്ളതാ എന്നൊക്കെ പറഞ്ഞ് അവൾ സന്തോഷിക്കണേ. എന്നിട്ട് എറിക്സിക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കും. വേവേ നീ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ. പിന്നെ അല്ലാതെ, എറിക്സി ഇനി ഇന്നും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ? അതിൽ എറിക്സി ഒന്ന് വിഷമിച്ചുകൊണ്ട്, പോകണം, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, സാലറി കിട്ടിയിട്ട് വേണം ആ ക്യാവോൻ്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കാൻ. അതിൽ വേവി പറയും, എറിക്സി അവൻ്റെ മുഖത്തോട്ട് എറിയാനുള്ള ക്യാഷ് ഞാൻ തരാം. അതിൽ എറിക്സിക്കൊന്നും മനസ്സിലാകാതെ, എന്തേ? ആദ്യം നീ അവൻ്റെ കടം വീട്ട്, എന്നിട്ട് എൻ്റേത് സാവകാശം തന്ന് തീർക്കണം, ഓക്കെ? അത് കേട്ട് എറിക്സി ഹാപ്പി ആയിക്കൊണ്ട്, വേവേ യു ആർ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവൾ അടുത്തോട്ട് ജ്യൂസൊക്കെ പിടിച്ച് ഓടി വരും. എന്നിട്ട് ജ്യൂസൊക്കെ ടേബിളിൽ വെച്ച് വേവേനോട് ചോദിക്കും, നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞ് അവളെ ഷോൾഡറിൽ കിടക്കുകയാണ്. പിന്നെ അല്ലാതെ എന്നും പറഞ്ഞ് വേവെ അവൾക്കിട്ടൊരു തട്ട് കൊടുക്കും. അതിൽ എറിക്സി ഐ ലവ് യു എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കാണ്. അതിൽ വേവെ വേദനിച്ചുകൊണ്ട്, എറിക്സി ഒന്ന് വീട്, ഇല്ലെങ്കിൽ നിനക്ക് ക്യാഷ് തരാൻ ആളുണ്ടാകൂലാട്ടോ എന്നൊക്കെ പറഞ്ഞ് പിടിപിടിക്കും. അങ്ങനെ വേവെ കമ്പനിയിലോട്ടെത്തി. അവളെ കണ്ടതും ഫ്രണ്ട്സ് എല്ലാം കൂടെ വട്ടം ചുറ്റി സുഖാന്വേഷണമൊക്കെ നടത്താണ്. ഒരുത്തൻ ജ്യൂസ് കൊടുത്തിട്ടും വേറൊരുത്തൻ ഇരിക്കാനുള്ള സീറ്റ് ഒരുക്കിയിട്ടും അങ്ങനെയൊക്കെ അവരങ്ങനെ സംസാരിക്കാണ്. അതിൽ നമ്മുടെ സ്ത്രീ വിരോധി വേവൻ്റെ ബാക്കിൽ നിന്ന് അവളെ അടുത്തോട്ട് വരാൻ മടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ വേവെ അവനെ കാണും. എന്നിട്ട് പറയും, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഇന്ന് ചെയ്ത് തീർക്കാട്ടോ. അതിൽ അവൻ പെട്ടെന്ന് പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, അത് വേണ്ട, ഞാൻ എന്ത് തുടങ്ങി വെച്ചോ അതെനിക്ക് കംപ്ലീറ്റ് ആക്കണം. ഞാൻ ചെയ്യുന്ന ആ എളുപ്പ വഴിയാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ തന്നെ ചെയ്യാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചാൽ മാത്രം മതി. അത് കേട്ട് അവന് ഹാപ്പിയായി ചിരിച്ചുകൊണ്ട് കുറച്ച് അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഓക്കെ അങ്ങനെ തന്നെ ചെയ്തോ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ മനഃപൂർവ്വം ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് ഫ്രണ്ട്സൊക്കെ ഷോക്കായി അവർ പരസ്പരം നോക്കി ചിരിക്കണേ. ഞാൻ അങ്ങനെയൊക്കെ നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും നീ എന്തിനാ എനിക്ക് മെഡിസിനൊക്കെ വാങ്ങാൻ പോയത്? അത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട്, ആർക്കാണെങ്കിലും മെഡിസിനൊക്കെ വാങ്ങുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ലല്ലോ. അത് കേട്ട് സംതൃപ്തനായി അവൻ പോകും. ഇനി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് വേവനോട് പറയും, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു, അവൻ ഇങ്ങനെ നിന്നോട് സ്വീറ്റായി ഒക്കെ സംസാരിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ അവരവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ നെയ് വരും. അതിൽ ഒരുത്തൻ ചുമക്കുന്നത് പോലെ സൗണ്ട് ഉണ്ടാക്കി എല്ലാവരെയും അറിയിക്കും, നെയ് ഉണ്ട് ബാക്കിൽ നിന്ന്. അതിൽ മേഘ ഒന്നും അറിയാത്ത പോലെ, ഞാനെന്താ ഇവിടെ എന്നും പറഞ്ഞ് അവന് മുങ്ങും. അതിൽ ഷാൻ പറയും, ഞാൻ വേവേക്ക് ജ്യൂസ് കൊടുക്കാൻ വന്നതാ, പാവം ക്ഷീണം കാണും എന്നും പറഞ്ഞ് അവനും മുങ്ങും. ഇനി അടുത്തവൻ, എൻ്റെ ഫോൺ ഇവിടെ എവിടെയോ വെച്ചിരുന്നല്ലോ, കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അത് തിരയുന്നത് പോലെ അവനും മുങ്ങും. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നെയ് വേവേൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ലഞ്ച് ബ്രേക്കിന് നീ എൻ്റെ ഓഫീസിലോട്ട് വരണം, ഞാൻ ഉണ്ടാക്കിയ ഡെമോ ആദ്യം നിനക്ക് കാണിച്ചു തരാം.
അത് കേട്ട് വേവെ ഹാപ്പിയായി. അങ്ങനെ ലഞ്ച് ബ്രേക്കിൽ അവർ ഒരുമിച്ച് ഗെയിം കളിക്കണേ. അതിലെ ഫൈറ്റൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റിങ്ങിലാണ്. വേവേക്ക് ഭയങ്കര ഇഷ്ടമായി ഗെയിം. എന്നിട്ട് അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണേ. അതിൽ നെയ് പറയും, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം, അത് കഴിഞ്ഞ് ബാക്കി നോക്കാം. എന്നാൽ വേവെ പറയും, നീ കഴിച്ചു തുടങ്ങ്, ഞാൻ കുറച്ചുകൂടെ കളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ഗെയിമിലെ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. അതിൽ അവിടെ ഒരുത്തനെ കണ്ടിട്ട് പറയും, ഇയാളുടെ മുഖം നമ്മുടെ ഷാൻ്റെ പോലെ ഉണ്ടല്ലോ. അതിൽ നെയ് ചിരിച്ചോണ്ട് പറയും, ആ ഭാഗം അവൻ തന്നെ ഉണ്ടാക്കിയതാ. അത് കേട്ട് വേവയും ഷോക്ക് ആയിക്കൊണ്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ വീണ്ടും കളിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി ആയിട്ടുണ്ട്, വേർഷൻ 1നേക്കാളും എന്തുകൊണ്ട് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നെയ് ആ ലാപ്പ് അങ്ങോട്ട് അടച്ചിട്ട് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് പറയും, ആദ്യം ഫുഡ് കഴിക്ക്. അങ്ങനെ അവൾ ചമ്മിക്കൊണ്ട് ആ ഫുഡും വാങ്ങിച്ച് കഴിക്കുകയാണ്. ഈ ഗെയിം ശരിക്കും ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ ഗെയിമിനേക്കാളും നന്നായിട്ടുണ്ട്. ശരിക്കും ഒരു ലൈവ്ലി ഫീലിങ്സ് എന്നൊക്കെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എറിക്സിൻ്റെ ഓഫീസിൽ അവളെ പൂച്ച കടിച്ച മുറിവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുത്തി വന്ന് പറയും, എറിക്സ് ഈ കൈക്ക് എന്തു പറ്റി, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ കൈ പരിശോധിക്കണേ. അത് കേട്ട് ബാക്കിയുള്ളവരും എന്തേ എറിക്സിൻ്റെ കൈ മുറിഞ്ഞോ എന്നും ചോദിച്ച് അവരും ഓടി വരും. അതിൽ വേറൊരാൾ പറയും, എൻ്റെ കയ്യിലെ മുറിക്ക് പറ്റിയ നല്ലൊരു മരുന്നുണ്ട്, ഞാൻ നാളെ തന്നെ കൊണ്ടുവരാം. അതിൽ എറിക്സ് പറയും, അതൊന്നും വേണ്ട, ഒരു പൂച്ച കടിച്ച ചെറിയൊരു മുറിവാണ്, അത്രയേ ഉള്ളൂ. പൂച്ച കടിച്ചതോ, എന്നിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നത്, വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്, പേ ഇളകും. ഏത് പൂച്ചയാ, എൻ്റെ അയൽവാസിയെ തന്നെ ഒരു പൂച്ച കടിച്ചിട്ട് ആകെ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അതിൽ വേറെ ഒരുത്തി പറയും, എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആശുപത്രിയുണ്ട്, അവിടേക്ക് തന്നെ പോയിക്കോ, നല്ല ഹോസ്പിറ്റലാണ്, അവിടുത്തെ ഡോക്ടറെ എനിക്ക് നേരിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കും. അതിൽ എറിക്സ് പേടിച്ചോണ്ട്, വേണ്ട വിളിക്കണ്ട, ഞാൻ ഓൾറെഡി TT ഒക്കെ അടിച്ചിനെ, പിന്നെ ഞാൻ പോകുക കേട്ടോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാഗ് എടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അങ്ങനെ അവൾ പോകുന്നത് ഇരാനും ഫ്രണ്ടും കാണും. അതാ ആ പോകുന്നതാണ് എറിക്സി. അതിൽ ഇരാൻ ചോദിക്കും, വേവേബേൻ്റെ ഫ്രണ്ടോ? അതെ, അവർ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. പിന്നെ ഇല്ലേ, എറിക്സിനെ ഇവിടെ എല്ലാവരും നമ്മുടെ ഷാവോൻ്റെ ഗേൾ ഫ്രണ്ടാണെന്നും പറഞ്ഞ് നടക്കുകയാണ്. എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവളെ കോലം നോക്ക്. ഷാവോക്ക് അങ്ങനെ അവളൊന്നും ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഇല്ല. അതിൽ ഇരാൻ പറയും, ചാൻസ് ഇല്ല, എൻ്റെ കസിൻ നല്ലൊരു പ്ലേ ബോയ് ആണ്. അത് കേട്ട് ഫ്രണ്ട് പറയും, അതെന്തേലും ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അവളെ ഒരു പാഠം പഠിപ്പിക്കണം. അവളെ പൊസിഷൻ എന്താണെന്ന് ശരിക്കും എനിക്ക് കാണിച്ചു കൊടുക്കണം. നീ ഒന്ന് നിർത്തോ, ഞാൻ നിന്നെ ഈ കമ്പനിയിലോട്ട് ഇന്റേൺഷിപ്പിന് കയറ്റിയതാണ്. നീ ഇങ്ങനെ ഓരോ ചീപ്പ് കാര്യത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയാൽ നിനക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരൂട്ടോ. ഇല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്കും കൂടെ ചീത്തപ്പേരുണ്ടാക്കി വെക്കും. അത് കേട്ട് ഫ്രണ്ടിന് സങ്കടം വന്നിട്ട് പറയും, ഇരാൻ നിനക്കെന്താ പേടിയുണ്ടോ? എറിക്സ് വേവേനോട് പറഞ്ഞ് വേവെ നെയ്നോടെങ്ങാനും പറയോ എന്ന്. അത് കേട്ട് ഇരാൻ ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ നെയ്നെ വിട്ടു എന്ന്, ഇനി അവൻ്റെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിൽ ഫ്രണ്ട് സോപ്പിടാൻ തുടങ്ങും. ഓക്കെ സോറി, ഞാൻ ഇനി അങ്ങനെ പറയില്ല. നമുക്കെന്നാ ഫുഡ് കഴിക്കാൻ പോയാലോ? ഞാൻ ഇല്ല, നീ പോയിക്കോ എന്നും പറഞ്ഞ് ഇരാൻ പോകും. അത് കണ്ട് ഫ്രണ്ടിനും ആകെ നിരാശയായിട്ട്, പിന്നെ ഇനി എന്തിനാ ഞാൻ ആ വീഡിയോ കൊണ്ട് നടക്കുന്നു എന്നും പറഞ്ഞ് അവൾ അത് ഡിലീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ അവൾ അത് ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ഇരാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വരും. എന്നിട്ട് വെയിറ്ററിനോട് പറയും, ഓർഡർ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, ഞാൻ ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യാണ്, അവർ വരട്ടെ. അങ്ങനെ വെയിറ്റർ പോയി. അവൾ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്. അതിൽ ആ ഒരു വൈൻ ഗ്ലാസ് കണ്ടപ്പോൾ ഇരാന് അന്നത്തെ ആ ഇൻസിഡൻറ്റ് ഓർമ്മാകും. അന്ന് ഫെങ്ടൺ ടെക്കിൻ്റെ റിസപ്ഷൻ്റെ അന്ന് നെയ് ഇരാനോട് സംസാരിച്ച ആ ഇൻസിഡൻറ്റ്. എന്നിട്ട് അവൾക്ക് അതും ഓർത്ത് സ്വയം പുച്ഛം തോന്നുകയാണ്. ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, ഒരുപാട് പൊട്ടത്തരം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അവൻ്റെ കണ്ണിൽ ഞാൻ വെറും ഒരു കോമാളിയാണ് എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവൾ കാത്തിരുന്ന ഫ്രണ്ട് വരും. അത് വേറെ ആരുമല്ല, കസിൻ ഷാവോ തന്നെയാണ്. അങ്ങനെ അവൻ അവിടെ വന്നിരുന്നിട്ട് പറയും, എന്തേ എൻ്റെ കുഞ്ഞുപെങ്ങൾക്ക് പറ്റിയത്, എന്തിനാ നീ എന്നെ വിളിച്ചത്? അതിൽ അവൾ ദേഷ്യം പിടിച്ചിട്ട് പറയും, എന്തേലും പറ്റണോ, നിന്നെയൊക്കെ ഫുഡ് കഴിക്കാൻ വിളിക്കണമെങ്കിൽ? എൻ്റെ ട്രീറ്റാണ്, നീ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോ. അവളുടെ മുഖം കണ്ടിട്ട് ഷാവോ ചോദിക്കും, എന്താ നിനക്കൊരു വിഷമം, ആകെ അപ്സെറ്റ് ആണല്ലോ. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച്. അവന് എന്നെ അന്ന് ശരിക്കും ഹെൽപ്പ് ചെയ്യാനാണ് നോക്കിയതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ അതൊക്കെ തെറ്റിദ്ധരിച്ച്, ഞാൻ വിചാരിച്ച് അവൻക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന്. അതൊക്കെ കേട്ടിട്ട് ഷാവോക്ക് ഇവിടെ ആകെ ചൊറിഞ്ഞ് കയറുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കും, നീ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ആ നെയ്ക്ഷിയോനെ പറ്റിയാണോ? അവൻ എൻ്റെ ഡാഡിക്ക് വരെ ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഗെയിമിൻ്റെ മെയിൻ എതിരാളി ഇപ്പോൾ ഇവനാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവനൊക്കെ അവിടെ വരെ എത്തി കളിക്കുമെന്ന്. അത് കേട്ട് ഇരാൻ പറയും, അവനെ ശരിക്കും അറിയാതെ ഞാൻ പോയി അവനെ ഹെൽപ്പ് ചെയ്യണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ആകെ മോശമായി. വെറുതെ അല്ല അവൻക്കൊന്നും എന്നോട് ഒരു ഇൻട്രസ്റ്റും തോന്നാഞ്ഞത്. ഷേവോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ നല്ല ഒരാളാണ്. ഞാൻ അന്നൊക്കെ ശരിക്കും അവൻ്റെ ലുക്കും പോപ്പുലാരിറ്റിയും കണ്ട് മാത്രമാണ് അവനോട് അട്രാക്റ്റഡ് ആയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനേക്കാളും എല്ലാം അവൻ്റെ ക്യാരക്ടറിനോടാണ് ഇഷ്ടം. അതൊക്കെ കേട്ടിട്ട് ഷേവോ പറയും, നീ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് അവനോട് തന്നെ നേരിട്ട് പോയി മുട്ടിക്കൂടെ?
അതിൽ ഇരാൻ സങ്കടത്തോടെ പറയും, വേണ്ട, പറ്റില്ല, അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ പൊന്നു പോലെയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. ഇതാണ് ഞങ്ങൾ ആണുങ്ങളും നിങ്ങൾ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാനായിരുന്നെങ്കിൽ അത് കൊത്തുന്നത് വരെ ചൂണ്ടയിട്ടോണ്ടേയിരിക്കും. അത് കേട്ട് ഇരാൻ പറയും, നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലല്ലോ, പിന്നെ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റും? ഇരാൻക്ക് യോയോ ഷാവോ ബന്ധമൊന്നും അറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, നിന്നെപ്പറ്റി കമ്പനിയിൽ നല്ല റൂമർ പരക്കുന്നുണ്ട്. അതുകൊണ്ട് നീ നോക്കിയും കണ്ടും നടക്ക്. അത് കേട്ട് ഷാവോ, ഒന്ന് നിർത്തോ, നിന്റെ അങ്കിളിനെ പോലെ തന്നെ ഉപദേശം തുടങ്ങി. അതൊക്കെ വിട്, നീ ഒന്ന് ഉഷാറായിക്കേ, എൻ്റെ വകയാണ് ട്രീറ്റ്, നീ കഴിക്ക്. അത് കേട്ട് ഇരാൻ ചിരിക്കാണ്. ഇനി കാവോൻ്റെ ഫ്ലാറ്റിലോട്ട് ഒരു ഡെലിവറി വരും. ഇത് മിസ് എറിക്സിൻ്റെ വീടല്ലേ? അവർ ഓർഡർ ചെയ്ത 3 ബോക്സ് നട്ട്സ് വന്നിട്ടുണ്ട്. അത് കേട്ട് കാവോ അത്ഭുതത്തോടെ, എറിക്സി ഇവിടെ അല്ലല്ലോ താമസം. അതിൽ എറിക്സി ഓടി വന്നിട്ട് പറയും, ഏയ് അതെനിക്കുള്ളതാ എന്നും പറഞ്ഞ് അത് ഒപ്പിട്ട് വാങ്ങിക്കും. അങ്ങനെ അവൾ ആ ബോക്സും താങ്ങി പിടിച്ചുകൊണ്ട് ഉള്ളിലോട്ട് വരും. അതിൽ കാവോ അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഓ, ഞാൻ നാളെ പോകുന്നത് കൊണ്ട് എനിക്ക് വാങ്ങിച്ചതാണല്ലേ എന്നും പറഞ്ഞ് അത് എടുക്കാൻ വരികയാണ്. അതിൽ എറിക്സി അത് പൊത്തി പിടിച്ചോണ്ട്, ഇത് നിനക്കുള്ളതല്ല, എനിക്ക് തന്നെ വാങ്ങിയതാ. നിന്റെ കിറ്റി ഏത് നേരം ഓരോന്ന് തിന്നുന്നത് കണ്ടിട്ടേ എനിക്ക് എന്തെങ്കിലും തിന്നാൻ കൊതിയായിട്ട് പാടില്ലായിരുന്നു. അവസാനം അവൻ്റെ ഫുഡ് വരെ തിന്നാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൾ ടേബിളിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് മേശപ്പുറത്തോട്ട് വെക്കും. ഇന്നാ പിടിച്ചോ നിന്റെ പൈസ എന്നും പറഞ്ഞ് വെച്ചു കൊടുക്കും. അതിൽ കാവോ അത് കണ്ടിട്ട് പറയും, നിനക്ക് എവിടുന്ന ഇത്ര പെട്ടെന്ന് ക്യാഷ് കിട്ടിയത്? വേവേ തന്നതാണോ? നിനക്ക് നാണമുണ്ടോ അവളുടെ അടുത്തുനിന്നൊക്കെ കാശ് വാങ്ങിച്ച് കടം വീട്ടാൻ? ആരാ എന്തിനാ എന്നൊക്കെ നീ എന്തിനാ അറിയുന്നത്? നിനക്ക് ക്യാഷ് കിട്ടിയോ? അതുപോരെ. എന്നിട്ട് അവൾ സമാധാനത്തോടെ പറയും, ഹാവൂ, അവസാനം ഞാൻ ഫ്രീ ആയി കിട്ടി. അത് കേട്ട് കാവോ കുറച്ച് സങ്കടത്തോടെ, അപ്പോൾ ഇന്ന് നിൻ്റെ ലാസ്റ്റ് ഡേ ആണോ? അതിൽ എറിക്സി പറയും, എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്, നിൻ്റെ കടക്കാരി എന്ന നിലയിൽ. ഇനി അങ്ങോട്ട് ഞാൻ ഫ്രീ ആയിട്ട് നിൻ്റെ കിറ്റിനെ നോക്കിക്കോളാം. അത് കേട്ട കാവോക്ക് സന്തോഷമായിട്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവളെ ചാടിക്കേറി പറയും, ഓ, നീ ഭയങ്കര ഇമോഷണലൊന്നും ആകണ്ട. ഞാൻ നിനക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്, കിറ്റിക്ക് വേണ്ടിയാ. നീ അതിനെ ഇവിടെ എങ്ങാനും ഒറ്റയ്ക്കിട്ട് പോകുമോ എന്ന് പേടിച്ചിട്ടാ പാവം. പിന്നെ ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്തതല്ലേ ഞാൻ അവനെ നോക്കിക്കോളാം എന്ന്. അപ്പോൾ അത് നിറവേറ്റൽ എൻ്റെ ബാധ്യതയല്ലേ. അങ്ങനെ അവൾ കിറ്റി എന്നും പറഞ്ഞുകൊണ്ട് അതിനെ തപ്പി നടക്കും. അതൊക്കെ കേട്ടിട്ട് കാവോക്ക് അവളെ പറ്റി ഭയങ്കര ഇംപ്രഷൻ ആകും. എന്നിട്ട് അവളെയും നോക്കി അവൻ ചിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇവിടെ കിറ്റിയെ കൊഞ്ചിക്കാണ്. നിനക്കെന്നെ കടിച്ചതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നില്ലേ? എന്തേ എന്നോട് മാപ്പ് പറയണോ? സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവളെ സംസാരം കേട്ടിട്ട് കാവോ ചിരിക്കാണ്. ഇനി ഇവിടെ നെയ്ൻ്റെ വീട്ടിൽ അവനൊരു ഇൻസ്ട്രുമെൻറ്റും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വേവെ എന്തൊക്കെയോ ഗെയിമിനെ പറ്റിയുള്ള ഓരോ ഐഡിയകളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതിൽ വേവെ ഒരു ഐഡിയ നെയ്നോട് പറയും. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. എന്നാൽ അവൻ ചോദിക്കും, എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? മിസ്റ്റർ നെയ്, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? അതിൽ നെയ് പറയും, യെസ്, കേൾക്കുന്നുണ്ട്. നീ നിന്റെ ഐഡിയകളൊക്കെ നിനക്ക് തന്നെ കൊള്ളാം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം റിപ്പോർട്ടാക്കിയിട്ട് എന്നെ കാണിക്ക്. അത് കേട്ട് വേവയ്ക്ക് ദേഷ്യം പിടിച്ച് അവൻ്റെ കൈ വലിച്ച് ഒരു കടി അങ്ങ് വെച്ച് കൊടുക്കും, അവളെ ദേഷ്യം മാറുന്നത് വരെ. അത് കണ്ട് നെയ്ക്കും ദേഷ്യം വരും. എന്നിട്ട് അവളെ പിടിച്ച് നിലത്തോട്ട് അങ്ങോട്ട് കിടത്തും. അങ്ങനെ അവർ ഫേസ് ടു ഫേസ് നോക്കി കിടക്കാണ്. നീ എന്തിനാ എന്നെ കടിച്ചത്? എനിക്കതിൻ്റെ നീതി ഇപ്പം തന്നെ വേണം എന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് കിസ് ചെയ്യും. ഇത്രയൊക്കെ വേവയ്ക്ക് അനുഭവം ഉണ്ടായപ്പോൾ വേവ സംശയത്തോടെ നെയ്നോട് ചോദിക്കും, ശരിക്കും ഇത് നിന്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെയാണോ? അതെ, എനിക്ക് നിന്നെ കണ്ടാൽ എന്തൊക്കെയാണോ ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്യും, അത്ര തന്നെ. അത് കേട്ട് അവൾ ഷോക്കായിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നെയ് ഡ്രസ്സൊക്കെ മാറി കമ്പനിയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ വേവ അവൻ്റെ അടുത്തോട്ട് വരും. അതിൽ നെയ് ചോദിക്കും, നീ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കമ്പനിയിലോട്ട് വരുന്നുണ്ടോ? ഏയ് ഇല്ല, എൻ്റെ ഇൻറ്റേൺഷിപ്പിൽ എനിക്ക് സാലറി ഒന്നും കിട്ടുന്നില്ലല്ലോ, സോ ഞാൻ വീക്കെൻഡിൽ വിശ്രമിക്കാനാണ് എൻ്റെ പ്ലാൻ. നെയ് അവളോട് അടുത്തോട്ട് വരാൻ വേണ്ടി കൈകൊണ്ട് വിളിക്കും. വേവേ വരും. എന്നിട്ട് അവൻ വേവേൻ്റെ നെറ്റിയിൽ കിസ് ചെയ്യും. എന്നിട്ട് പറയും, എന്നാൽ നീ ഇവിടെ നിന്നോ, ഈ വീട് നോക്കിക്കോ, ലിങ്ങിൻ്റെ ഫ്ലാറ്റിലോട്ട് പോകല്ലോ. അതിൽ വേവേ എന്ന് മൂളും. അങ്ങനെ അവൻ പോകും. ഇവിടെ നിൽക്കാനോ? ഈ വീട്ടിൽ നിൽക്കാനോ? അതിന് ഇത് എൻ്റെ വീടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേവേ ചിരിക്കാണ്. അതോടുകൂടി എപ്പിസോഡ് 20 തീർന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.